സ്നേഹനന്ദങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറഞ്ഞത് MD വാസുദേവൻ നായരാണെന്ന് തോന്നുന്നു. പലപ്പോഴും മരണവാർത്തകൾ കേൾക്കുമ്പോൾ അത് എത്ര ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നാളെ അവരെ കാണണമെന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതാണ്. ആർക്കും പറയാൻ കഴിയില്ല അവരുടെ അവസാന നിമിഷം ഏതാണെന്ന്. ഒരു ദിവസം കൂടെ ഞാൻ ജീവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു മനുഷ്യരുമില്ല. ഇന്ന് പാഠഭേദത്തിൽ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം, രാവിലെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജ് കണ്ടു. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമുള്ള ഒരു പ്രിയ സഹോദരൻ്റെ മരണവാർത്തയാണ്. മജു ജോസ് കുറ്റിയാനിയിൽ, അതായത് പഴയ MLA ഒക്കെ ആയിരുന്ന ജോസ് കുറ്റിയാനിയുടെ മകൻ, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അതെന്നെ ഞെട്ടിപ്പിച്ചു. കാരണം കഴിഞ്ഞ വ്യാഴാഴ്ചയും ഏതാണ്ട് വൈകിട്ട് 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി. അതായത് ഒരു വീഡിയോ ആണ് ഇട്ട് തന്നിരിക്കുന്നത്. സാജു ജോൺ മാത്യു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഏതോ ഒരു വീഡിയോ, പരിശുദ്ധാത്മാ നിറവിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു വീഡിയോ എനിക്ക് ഇട്ട് തന്നിരുന്നു. ആത്മനിറവില്ലാതെ അന്യഭാഷ പറയരുത് എന്നൊക്കെയാണ് ആ വീഡിയോ. ഞാനത് ശ്രദ്ധിച്ചു. കാരണം മിക്കവാറും മജു ജോസ് കുറ്റിയാനിയിൽ ഇട്ടുതരുന്ന വീഡിയോകളും സന്ദേശങ്ങളും അല്പം തിരുത്തൽവാദത്തിൻ്റെ സ്വഭാവമുള്ള വീഡിയോകളായിരിക്കും. അദ്ദേഹം ഒരു കാത്തലിക് പശ്ചാത്തലത്തിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് വന്ന ആളാണ്. അധിക നാളുകളൊന്നുമായിട്ടില്ല എങ്കിലും പെന്തക്കോസ്തിൻ്റെ അകത്തുള്ള മൂല്യച്യുതിക്കെതിരെ പലപ്പോഴും സംസാരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ശരിക്കും ഈ ബ്രദർ മജുവിനെ ഞാൻ പരിചയപ്പെടുന്നത്. നമ്മുടെ പാഠഭേദ വീഡിയോകൾക്കൊക്കെ പ്രതികരണമായിട്ട് ചിലപ്പോഴൊക്കെ അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടു. അങ്ങനെ വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുന്നത്. എന്താണെങ്കിലും പരിചയപ്പെട്ടപ്പോൾ ജോസ് കുറ്റിയാനിയിൽ MLA മകൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഒരു പ്രാവശ്യം നമ്മുടെ ചാനലിൽ സാക്ഷ്യം പറയണമെന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെയൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഒരു പരിചയം ഈ മജു ജോസുമായിട്ട് ഉണ്ട്. എന്നാൽ നമ്മുടെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്ക് മെസ്സേജ് ഇട്ട ആള്, ഞാൻ ഇന്ന് ഈ പാഠഭേദത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ നടക്കുന്നു എന്നാണ് എനിക്ക് അറിവാനിടയായി തീർന്നത്. അതായത് മാർച്ച് മാസം 31-ാം തീയതി ഉച്ചയോടടുത്ത സമയത്ത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ വാർത്ത അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ നടക്കുന്നു. 2 ദുഃഖങ്ങൾ. ഒന്ന്, എത്ര പെട്ടെന്നാണ് ആ പ്രിയ സഹോദരൻ ലോകത്തിൽ നിന്ന് വേർപെട്ടത്. രണ്ടാമത്തെ ദുഃഖം, അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി നമ്മുടെ ചാനലിലൂടെ പറയണമെന്ന് ഒരു താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങളതിനെക്കുറിച്ച് സംസാരിച്ചു വരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. അങ്ങനെ ഒരു ടെസ്റ്റിമണി പബ്ലിഷ് ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഒരു വിഷമം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലെയുള്ള 1-2 അനുഭവങ്ങൾ നമുക്കുണ്ടായി. അതായത് നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ക്രമീകരിച്ചിരുന്ന, സംസാരിച്ചിരുന്ന വ്യക്തികൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സാക്ഷ്യം പറയുവാനുള്ള സമയം നീട്ടിപ്പോയി. അവസാനം അവരുടെ മരണവാർത്ത കേൾക്കുമ്പോൾ അവർക്ക് പറയേണ്ടിയിരുന്നത്, അവരുടെ അനുഭവങ്ങൾ ലോകത്തോട് പറയേണ്ടിയിരുന്നത് പറയാതെ പോയല്ലോ, പറയാൻ കഴിയാതെ പോയല്ലോ എന്ന ഒരു സങ്കടം മനസ്സിൻ്റെ അകത്തുണ്ടായി. അതിനകത്ത് ഒരു സഹോദരിയാണ് രാധ മാത്യൂസ് എന്ന് പറയുന്ന ന്യൂയോർക്കിലുള്ള ഒരു സഹോദരി. മലയാളി പശ്ചാത്തലത്തിലുള്ള ആളല്ല, പക്ഷേ മലയാളി ബന്ധമുള്ളത് കൊണ്ട് നന്നായിട്ട് മലയാളം സംസാരിക്കും. നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന്
എന്നോട് എഗ്രിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ പ്രിയ സഹോദരിയെ പരിചയപ്പെടുന്നത് 2021 ഞാൻ ന്യൂയോർക്കിൽ ചെന്നപ്പോഴാണ്. രാധാ മാത്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ചർച്ചിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. സാക്ഷ്യത്തിന് വരാം എന്ന് പറഞ്ഞു. ഒരു ഗോവൻ ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കൊങ്കണി ഭാഷ മാതൃഭാഷയായിട്ടുള്ള ഒരു സഹോദരി എനിക്ക് ഒരു ഫുൾ പേജ് സാക്ഷ്യങ്ങൾ എഴുതി, ഇംഗ്ലീഷിൽ എഴുതി ഒരു ദിവസം അയച്ചു തന്നിരുന്നു. ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് പാസ്റ്ററെ എന്ന് എന്നോട് പറഞ്ഞിരുന്നു. നമ്മൾ 2025 ഒരു ഡേറ്റ് നിശ്ചയിച്ചതാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ ഈ രാധ സിസ്റ്റർക്ക് പല്ലുവേദന വന്നു, ഡോക്ടറെ അടുക്കൽ പോയി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഡേറ്റിൽ സാക്ഷ്യങ്ങൾ പബ്ലിഷ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പിന്നീട് പല ഡേറ്റുകളും വെച്ചു. ആ സമയത്തൊക്കെ ശാരീരിക അസ്വസ്ഥത നിമിത്തം നമ്മുടെ ഡേറ്റുകൾ മാറിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വാർത്ത കിട്ടുന്നത് ഈ രാധാ മാത്യൂസ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. വിഷമം തോന്നി. നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് ഒരു PDF ഒക്കെ ഉണ്ടാക്കി എനിക്കതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ മറ്റോ ഒരു ഫോട്ടോഗ്രാഫോ ഒക്കെ ഇട്ട് തന്നിരുന്നു. പക്ഷേ ആ സാക്ഷ്യം പറവാൻ കഴിഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞതുപോലെ ഒരു ഗോവൻ ബ്രാഹ്മൺ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് യേശുവിനെ സ്വീകരിക്കുന്നു, വിശ്വാസം സ്വീകരിക്കുന്നു. കൂട്ടുകാരിൽ നിന്നും മറ്റോ അറിഞ്ഞ ആ യേശുവിനെ പിൻപറ്റുവാൻ തുടങ്ങുന്നു. അത് വീടിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാക്കുന്നു, കൊള്ളിളക്കങ്ങൾ ഉണ്ടാക്കുന്നു. സർപ്പാരാധനയും സൂര്യാരാധനയും ഒക്കെയായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽ നിന്നുള്ള മകൾ വിശ്വാസത്തിൽ പോയതിൻ്റെ സ്വാഭാവികമാകുന്ന അനുരണങ്ങൾ ആ കുടുംബത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നു. എന്നാൽ കർത്താവ് കരം പിടിച്ച് തന്നെ മുൻപോട്ട് നടത്തിയ വിധങ്ങളെക്കുറിച്ചൊക്കെ താൻ ആ ചെറിയ ടെസ്റ്റിമണിയിൽ എഴുതിയിരുന്നു. അത് വിവരിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആരംഭത്തിൽ തന്നെ രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ മരണം വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. പറയേണ്ടത് പറയാനുള്ളത് പറയാൻ കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെ മറ്റൊരു സഹോദരിയും കഴിഞ്ഞ ദിവസം ആ പ്രിയ സിസ്റ്ററുടെ ഫ്യൂണറൽ സർവീസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം വലിയ ജീവിതാനുഭവങ്ങളുള്ള ഒരു സഹോദരിയായിരുന്നു. പക്ഷേ എങ്ങും തൻ്റെ അനുഭവങ്ങൾ പറവാൻ തനിക്ക് കഴിയാതെ പോയി. ഒരു വളരെ പ്രശസ്തനാകുന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരെ ലോകത്തിൽ എഴുതിയിട്ടില്ലാത്ത ഏറ്റവും നല്ല പുസ്തകങ്ങൾ, ഏറ്റവും മാസ്റ്റർ പീസായിട്ടുള്ള പുസ്തകങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ ആരും അറിയാതെ, എങ്ങും എഴുതാതെ, ആരോടും പറയാതെ കല്ലറകളിൽ ഉറങ്ങുന്നുണ്ട്. ഇതൊരു വാസ്തവമാണ്. ഒത്തിരി ആളുകൾ അവരുടെ അറിവുകൾ, അവർ സ്വായത്തമാക്കിയ അനുഭവങ്ങൾ ആരോടും പറയാതെ അത് എന്നേക്കുമായി കല്ലറകളിൽ ഒതുങ്ങുന്നുണ്ട്. അതാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പേ നമുക്ക് ദൈവം പകർന്നു തന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് കൈമാറുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണ്. സമയം പറഞ്ഞ് എത്തുകയില്ല. മറ്റൊരു ദൈവദാസൻ പറഞ്ഞ ഒരു വാചകം കൂടെ പറഞ്ഞ് ഈ പാഠഭേദയുടെ നിർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത്, പിശാച് ഏറ്റവും സന്തോഷിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മരണത്തിലാണ്. കാരണം എന്തെന്നറിയാമോ? പിശാച് ഈ മനുഷ്യനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യുദ്ധങ്ങളൊക്കെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചിരിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ കൊടുത്ത ടാലൻറ്റുകൾ, അവൻ്റെ ജീവിതത്തിൽ കൊടുത്ത അനുഭവങ്ങൾ, പാഠങ്ങൾ ഒക്കെ കൈമാറാതെ എന്നേക്കുമായി കല്ലറയിൽ ഒതുക്കുവാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിൽ പിശാച് നിൽക്കുമെന്നാണ് ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത്. ഭാഗികമായിട്ടെങ്കിലും ശരിയാകാം. എനിക്കും തോന്നുന്നു അതല്പമെങ്കിലും ശരിയാണെന്ന്. കാരണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മജു ജോസ് കുറ്റിയാനിയെപ്പോലെ, രാധാ മാത്യൂസിനെ പോലെ, ഞാനിപ്പോൾ പേര് പറവാൻ ആഗ്രഹിക്കാത്ത മൂന്നാമത്തെ നമ്മുടെ ചാനലിൽ വരാമെന്ന് എഗ്രി ചെയ്തിരുന്ന ആ സഹോദരിയെപ്പോലെ എത്രയോ പേരാണ് അവർക്ക് ദൈവം കൊടുത്ത വലിയ അനുഭവങ്ങൾ
പറയുവാൻ കഴിയാതെ. അത് പല കാരണങ്ങൾക്കുണ്ടാകാം. ചിലർ പറവാൻ മടിക്കുന്നു, ചിലർ പറവാൻ ആഗ്രഹിച്ചിട്ടും സമയം ശരിയായി വരുന്നില്ല. ജോസ് കുറ്റ്യാനിയും രാധാ മാത്യൂസും ഒക്കെ പറയാൻ തയ്യാറായിരുന്നു, എഴുതി വെക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സമയത്ത് അത് പബ്ലിഷ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവർ, അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല എന്നത് ഒരു വലിയ ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ പറയാൻ സമയമുണ്ടായിട്ടും അത് പറയാതെ മടി പിടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അനുഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറിയിട്ടേ ഈ ലോകം വിട്ട് പോകാവുള്ളൂ. ആസാദി ചാനലിൽ വന്ന് ടെസ്റ്റ് മണി പറയാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും കൊച്ചുമക്കളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി കുറേ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അതത്ര നല്ലതായിരുന്നു. ഇത് ഞാൻ ഉൾപ്പെടെയുള്ളവർക്കൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, ജീവിതാനുഭവങ്ങളൊക്കെ എഴുതി വെക്കണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി. സത്യത്തിൽ ആ കാലത്തൊക്കെ കുറേ എഴുതുമായിരുന്നു, ഡയറി കുറിപ്പുകൾ എഴുതുമായിരുന്നു. പക്ഷെ പിന്നെ എവിടെയോ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ആ സ്വഭാവം നഷ്ടപ്പെട്ടു. ഇത് എന്നോടും കൂടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ അനുഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് പാഠമായി തീരണമെങ്കിൽ അത് നാം വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴിലല്ല, തണ്ടിന്മേൽ ഉയർത്തി വെക്കണം. ദൈവം ചെയ്ത അനുഭവങ്ങളെ നാം തുറന്നു പറയണം. പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതാനുഭവങ്ങൾ, എൻ്റെ സൗഖ്യാനുഭവങ്ങളൊന്നും അധികം ആൾക്കും അറിയില്ല, കാരണം അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ദൈവം എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ, നമുക്കത് വിളിച്ചു പറയാം, നമുക്ക് അത് ഉറച്ചു പറയാം, ആ കഥ നമുക്ക് പങ്കുവെക്കാം. ടെൽ ദാറ്റ് സ്റ്റോറി, ഡു നോട്ട് ഹൈഡ് ഇറ്റ്, അതിനെ മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയോടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ